ഹായ്, ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനി തീരുമാനിച്ച് അതിലെത്താനുള്ള വഴികളും ഫോർമുലാസും ടിപ്സും സ്റ്റോറീസുമാണ് ഈ വീഡിയോകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായ ടൈമിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പല ആളുകളുടെയും കംപ്ലൈൻ്റ് ആണ്, എനിക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ ടൈം തീരെ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ടൈം ഇല്ല എന്നൊരു കംപ്ലൈൻറ്റ്. ഈ കംപ്ലൈൻറ്റ് ഒരു ഗുരുവിനോട് ശിഷ്യൻ ബോധ്യപ്പെടുത്തി, എനിക്ക് തീരെ സമയം ലഭിക്കുന്നില്ല. അപ്പോൾ ഗുരു 2 പാത്രം കൊണ്ടുവന്നു. ഒരു പാത്രത്തിൽ നിറയെ വെള്ളവും നിറച്ചു, ഒന്ന് കാലിയാക്കി ഇട്ടു. എന്നിട്ട് ഈ നിറഞ്ഞ പാത്രത്തിലോട്ട് നോക്കിയിട്ട് ഈ ശിഷ്യനോട് ചോദിച്ചു, ഇതിൽ നിന്ന് വല്ലതും കൊള്ളുമോ? ഇല്ല, ആർക്കും അറിയാം പാത്രം നിറഞ്ഞിരിക്കുകയാണ്, വല്ലതും ഇട്ടാൽ വെള്ളം ഓവർഫ്ലോ ചെയ്യും. ഇതുപോലെയാണ് നിന്റെ അവസ്ഥ. നീ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്തും അർജന്റ് അല്ലാത്തും ഒരു അർജന്റും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് നിന്റെ ജീവിതം ടൈം ഫുൾ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മറ്റു പ്രവർത്തനം ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ട് ഈ വെള്ളം ഒഴിവാക്കി എന്നിട്ട് ആ കാലിപാത്രത്തിലോട്ട് കുറച്ച് വലിയ ഉരുളൻ കല്ലുകൾ നിക്ഷേപിച്ചു. ഉരുളക്കല്ലുകൾ നിറയെ നിക്ഷേപിച്ചു. എന്നിട്ട് ശിഷ്യനോട് ചോദിച്ചു, ഇനി ഇതിൽ സ്ഥലം ബാക്കിയുണ്ടോ? ഇല്ല ഗുരു. അപ്പോൾ അദ്ദേഹം കുറച്ച് ചെറിയ ചരൽക്കല്ലുകൾ നിറച്ചു. ആ കുറച്ച് ചെറിയ ചരൽ ഈ ഗ്യാപ്പുകൾക്കിടയിൽ ഫില്ലായിക്കൊണ്ട്. എന്നിട്ട് ശിഷ്യനോട് ചോദിച്ചു, ഇനി ഇതിൽ ഗ്യാപ്പുണ്ടോ? ഇല്ല ഗുരു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം കുറച്ച് മണൽ നിക്ഷേപിച്ചപ്പോൾ കുറേ മണൽ വീണ്ടും അതിൻ്റെ ഉള്ളിൽ പോയി സ്പേസ് ഫില്ല് ചെയ്തു. ഇനി ഇതിലോട്ട് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യൻ പറയും, ഇല്ല, ഇത് നിറഞ്ഞു കവിഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറച്ച് വാട്ടർ, നമ്മൾ ആദ്യത്തെ പാത്രത്തിൽ ഒഴിച്ച കുറച്ച് വാട്ടർ എടുത്ത് ഇതിലോട്ട് നിറച്ചപ്പോൾ കുറച്ച് വാട്ടറൊക്കെ ഫില്ലായി. അപ്പോൾ ഈ ഒഴിച്ച വാട്ടറാണ് അൺഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നോട്ട് അർജന്റ് തിങ്സ്, വേസ്റ്റ് കാര്യങ്ങൾ. ഈ കാര്യം കൂടി ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ആ ഉരുളൻ കല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഉരുളൻ കല്ലുകൾ, പിന്നെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് ചരൽക്കല്ലുകൾ, പിന്നെ ഇമ്പോർട്ടൻസ് ആണ് മണൽത്തരി. ഇതേമാതിരി നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ്, മീഡിയം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അൺഇമ്പോർട്ടൻ്റ് ആൻഡ് നോട്ട് അർജന്റ് തിങ് ഒരിക്കലും നമ്മളെ അജണ്ടയിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളെ ഈ വെള്ളം ഒഴിക്കുന്ന വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മളെ ടൈം മാനേജ് ചെയ്യുക, നമുക്ക് ജീവിതത്തിൽ വിജയത്തിൽ എത്തിക്കാം എന്ന് ഓർക്കണം. ഇത്തരം മോട്ടിവേഷൻ ടിപ്സ് ആൻഡ് വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയും വരാം. താങ്ക്സ് ഓൾ.